നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. സെക്കൻഡ് യൂണിറ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലക്ഷ്യം വെക്കുന്നത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, അതെങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, മൂന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. നമ്മളെ എക്കണോമിയിൽ ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. ആ ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്ന വേരിയസ് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡന്റിഫൈ ദ സൊല്യൂഷൻസ് ഓഫ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ് ഇൻ ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ്. ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്ന വേരിയസ് എക്കണോമിക് പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്? ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രൊഫസർ സാമുവൽസന്റെ ഒരു പ്രശസ്തമായ കോട്ടിങ്സിലൂടെ അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു ചോദ്യത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട്, ഹൗ ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ്സ് എന്ന് പറഞ്ഞ പ്രൊഫസർ സാമുവൽസൺ വെൽ നോൺ കൊട്ടേഷൻസ്. വാട്ട്, ഹൗ ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? വാട്ട്, ഹൗ ആൻഡ് ഫോർ ഹൂം, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള 3 എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമുക്കിനി ഈ 3 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റത്തെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. അതായത് എത്ര നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്. ആൻഡ് എക്കണോമി റിക്വയേഴ്സ് various types of goods including consumer goods, capital goods, luxuries, necessities and defense goods. അതായത് നമ്മൾ എക്കണോമിയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഗുഡ്സ് അവൈലബിൾ ആണ്. എന്തൊക്കെയാണ്? കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ലക്ഷറി ഗുഡ്സ് ഉണ്ട്, നെസസിറ്റീസ് ഉണ്ട്, ഡിഫൻസ് ഗുഡ്സ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഗുഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്കിതിൽ ആവശ്യമുള്ള ഗുഡ്സ് ഉണ്ടാകും, ആവശ്യമില്ലാത്ത ഗുഡ്സ് ഉണ്ടാകും. അത്ര പെട്ടെന്ന് നല്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ due to scarcity of resources, economies must choose what goods to produce and in what quantities. അതായത് നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് റിസോഴ്സസ്, ഒരുപാട് ഗുഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, എക്കണോമിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഏത് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഓവർ പ്രൊഡക്ഷൻ ഓർ അണ്ടർ പ്രൊഡക്ഷൻ ക്യാൻ ഹാം ദ എക്കണോമി. resources must be allocated efficiently. അണ്ടർ പ്രൊഡക്ഷൻ ആണെങ്കിലും ഓവർ പ്രൊഡക്ഷൻ ആണെങ്കിലും അത് എക്കണോമിക്ക് ഹാനികരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കെയർ റിസോഴ്സസിനെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആണ് ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഹൗ ടു പ്രൊഡ്യൂസ്. ഈ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ടാണത്. 2 തരത്തിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണുള്ളത്. ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷനും. എന്താണ് ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഹ്യൂമൻസിനെ യൂസ് ചെയ്യുക, ലെസ് മെഷീനറീസിനെ കുറച്ചായിട്ട് യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ. എന്താണ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ മെഷീനറി യൂസ് ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് ലേബർ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം
The choice depends on the cost, availability and sustainability of resources. അതായത് ഈ ഒരു മെത്തേഡിൽ ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് ഈ അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റിന്റെ അവൈലബിലിറ്റി സസ്റ്റൈനബിലിറ്റി ഓഫ് റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കോസ്റ്റിനെയും അവൈലബിലിറ്റിനെയും സസ്റ്റൈനബിലിറ്റിയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. High cost of production with a low per unit output is not desirable to the economy. ഇപ്പോൾ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് ആവശ്യമാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ചുള്ളൂ. ആ ഒരു മെത്തേഡ് ആരും നമുക്ക് എക്കണോമി ഡിസൈറബിൾ അല്ല, എക്കണോമി ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു റിസൾട്ട് അല്ല എക്കണോമിക്ക് വേണ്ടത്. നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹയർ ആണ് വേണ്ടത്. അപ്പൊ ആ ഒരു മെത്തേഡ് അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടത്? ദിസ് പ്രോബ്ലം ഫോക്കസ്ഡ് ഓൺ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദ 4 factors ഓഫ് പ്രൊഡക്ഷൻ. ഏതാണ് 4 factors ഓഫ് പ്രൊഡക്ഷൻ? 4 factors ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്, ഇങ്ങനെ 4 എണ്ണാണ് 4 factors ഓഫ് പ്രൊഡക്ഷൻ. ഈ 4 ഫാക്ടേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ഇത് പറയുന്നത്. ദ ഇൻകം ജനറേറ്റഡ് ബൈ ദിസ് ഫാക്ടേഴ്സ് ബിക്കംസ് ഹൗസ് ഹോൾഡ് ഏർണിങ്സ്. ഹൗസ് ഹോൾഡ് ഏർണിങ്സിന് വേണ്ടിയിട്ടാണ് റെന്റ്, വേജസ്, പ്രോഫിറ്റ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫാക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. The economy must decide how national income is allocated among the groups. അതായത് 4 ഫാക്ടേഴ്സ് പറഞ്ഞു, 4 factors ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു. ഈ 4 ഫാക്ടേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ ഇൻകം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എക്കണോമി ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 3 പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. പിന്നെ അതിൽ വരുന്ന വേറെ 2 ടോപ്പിക്കാണ് ഫുള്ളർ ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഫുള്ളർ ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. സ്കെയർ റിസോഴ്സസ് മസ്റ്റ് ബി യൂസ്ഡ് എഫിഷ്യന്റ്ലി. ഇഫ് ലാൻഡ് ഓർ ലേബർ റിമെയിൻസ് അൺയൂസ്ഡ് ദ എക്കണോമി സഫേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു വിഭവങ്ങൾ നമുക്ക് പരിമിതമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് നമ്മൾ എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല രൂപത്തിൽ അലോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കുറച്ച് ലാൻഡ് അവൈലബിൾ ആണ്, ലാൻഡ് ഉണ്ട്, കുറച്ച് ഭൂമി ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാതെ ലാൻഡ് അല്ലെങ്കിൽ ലേബേഴ്സ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാതിട്ടാൽ അതിന്റെ ഫലം കിട്ടാൻ ആർക്കാണ്? എക്കണോമിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാൻഡ് ആണെങ്കിലും ലേബർ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ലൈക്ക് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എംഫസൈസസ് ദ നീഡ് ഫോർ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. 1930s വന്നിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷനിൽ നമ്മൾ റിസോഴ്സസിന്റെ ഫുൾ എംപ്ലോയ്മെന്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസോഴ്സ് അലോക്കേഷൻ ഈസ് എഫിഷ്യന്റ് if reallocation does not increase production but inefficient if an alternative allocation can improve the output. അപ്പോൾ നമ്മൾ ഈ ഒരു ടേമിൽ പറയുന്നത് ഫുള്ളർ ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് എന്നുള്ളതിൽ പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യണം, അതേപോലെ അലോക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഫുള്ളർ ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതും ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ വരുന്നതാണ്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. എന്താണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഒരു റിസോഴ്സസിന്റെ ഗ്രോത്തിലാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എത്രമാത്രം ഗ്രോ ചെയ്യുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യുന്നത്. ലെസ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ക്യാൻ പ്രോഗ്രസ് ബൈ എഫക്റ്റീവ്ലി യൂട്ടിലൈസിംഗ് ദെയർ റിസോഴ്സസ് ലീഡിംഗ് അപ്പ് ആൻഡ് ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിക്കോട്ടെ, ഡെവലപ്ഡ് കൺട്രീസ് ആയിക്കോട്ടെ, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അവർ എഫിഷ്യന്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, എഫിഷ്യന്റ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഇംപ്രൂവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട്. ദ ഗ്രോത്ത് ഓഫ് ദ റിസോഴ്സസ് ഈസ് ലിങ്ക്ഡ് ടു അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, ഇൻവെന്ററീസ് ആൻഡ് ഇന്നോവേഷൻസ്. അതായത്
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി, ഇൻവെന്ററീസും ഇന്നോവേഷൻസും ഒക്കെ ഒരു ലിങ്ക് ആയിട്ടാണ് റിസോഴ്സസ് പ്രവർത്തിക്കുന്നത്. റിസോഴ്സസ് ഓഫ് ഗ്രോത്ത്, നമ്മൾ ഒരു എക്കണോമിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ റിസോഴ്സസിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നാഷൻസ് മസ്റ്റ് മാനേജ് ദെയർ റിസോഴ്സസ് ഗ്രോത്ത് കെയർഫുള്ളി ടു എൻഹാൻസ് പീപ്പിൾസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും അവരുടെ റിസോഴ്സസ്, സ്കെയർ ആയിട്ടുള്ള റിസോഴ്സസ് അവർ എഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പീപ്പിൾസിന്റെ സ്റ്റാൻഡേർഡ്സ്, ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസിൽ ഒന്ന് വരുന്നതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഫുള്ളർ ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സും ഗ്രോത്ത് ഓഫ് റിസോഴ്സും. അതിന് economics addresses various problems relating to resource allocation such as what to produce, how to produce, for whom to produce. മെയിൻ ആയിട്ട് 3 പ്രോബ്ലംസ് ആണുള്ളത്. what to produce, how to produce, for whom to produce. Micro economics focused on the efficient allocation of resources and the full utilization of resources falls under macro economics. മൈക്രോ എക്കണോമിക്സിലാണ് റിസോഴ്സസിന്റെ അലോക്കേഷൻ വരുന്നത്. മാക്രോ എക്കണോമിക്സിലാണ് റിസോഴ്സസിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ വരുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സ് ആർ എൻലെസ് ആൻഡ് റെക്കറിങ്. അതായത് നമ്മൾ പറഞ്ഞു മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതിരില്ലാത്തതാണ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളതാണ്. അതായത് നമുക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറി കഴിഞ്ഞാൽ അടുത്ത ആവശ്യം വരും. അതുകൊണ്ട് തന്നെ അതിനൊരു എൻഡില്ല, എൻലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ആണ്. നമുക്കൊരു നമുക്കൊരു നീഡ് ഉണ്ട്, അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ് വരും. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ് വരും. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് എൻലെസ് ആൻഡ് റെക്കറിംഗ് ആണ്. ദിസ് നെസസിറ്റീസ് മേക്ക് ചോയ്സസ് ആൻഡ് സെറ്റിംഗ് പ്രിഫറൻസസ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അവൈലബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക, ചോയ്സ് തിരഞ്ഞെടുക്കുന്നതും സെറ്റിംഗ് പ്രിഫറൻസസ് സെറ്റ് ചെയ്യുന്നതും അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് that fulfill human needs are produced using limited resources known as the factors of production. നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന 4 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് എന്തെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ പരിമിതമായതിനാൽ സാമ്പത്തിക ഉന്നമനം നേടാൻ അവയെ കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പരിമിതമാണ്, അതുകൊണ്ട് തന്നെ അതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ അലോക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഹയർ ആയിട്ടുള്ള ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രൊഫസർ എറിക്സ് റോൾ ഡിഫൈൻ ചെയ്യുന്നത് എക്കണോമിക് പ്രോബ്ലംസ് ആർ അറൈസിംഗ് ഫ്രം ദ നെസസിറ്റി ഓഫ് മേക്കിംഗ് ചോയ്സസ് റിഗാർഡിംഗ് ദ റിസോഴ്സ് അലോക്കേഷൻ. എന്താണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്നാണ് പ്രൊഫസർ എറിക്സ് റോൾ പറയുന്നത്? അതായത് നമ്മൾ റിസോഴ്സ് അലോക്കേഷനിൽ റിസോഴ്സ് അലോക്കേഷനിൽ ചോയ്സസ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്രോബ്ലം എന്നാണ് പ്രൊഫസർ എറിക്സ് റോൾ പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. അൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ക്യാൻ സെർവ് മൾട്ടിപ്പിൾ പർപ്പസസ് ബട്ട് ദേ കനോട്ട് യൂസ്ഡ് ഫോർ മോർ ദാൻ വൺ അറ്റ് ദ സെയിം ടൈംസ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അതിന് ഒരു യൂസ് മാത്രമല്ല ഉണ്ടാവുക, വിവിധ തരം മൾട്ടിപ്പിൾ യൂസസ് ഉണ്ടാകും. പക്ഷേ ഒരേ സമയത്ത് നമുക്ക് ഒരു യൂസ് മാത്രമേ തരുള്ളൂ. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡ് നമ്മൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ആ ഒരു സെയിം ടൈമിൽ നമുക്ക് നെല്ല് കൃഷി ചെയ്യാൻ പറ്റൂലല്ലോ. ആ ഒരു ലാൻഡിന് നമുക്ക് നെല്ല് വേണമെങ്കിലും കൃഷി ചെയ്യാം, അല്ലെങ്കിൽ പച്ചക്കറി വേണമെങ്കിലും കൃഷി ചെയ്യാം, രണ്ടും ചെയ്യാം.
പക്ഷേ ഒരേ സമയത്ത് രണ്ടും ചെയ്യാൻ പറ്റില്ല. അതാണ് ആൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസിൽ പറയുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് അൺലിമിറ്റഡ് വൺസ്, ലിമിറ്റഡ് റിസോഴ്സസ്, ആൾട്ടർനേറ്റീവ് യൂസസ് നെസസിറ്റീസ് ഡിസിഷൻ മേക്കിംഗ് ഇൻ റിസോഴ്സ് അലോക്കേഷൻ. നമ്മൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന, നമ്മളെ വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നതിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ അൺലിമിറ്റഡ് വൺസ്, ലിമിറ്റഡ് റിസോഴ്സസ്, അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് യൂസസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരൽ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബെനിഫിറ്റ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ലോസിംഗ് ബൈ ചൂസിങ് വൺ ഓപ്ഷൻ ഓവർ ദ അതർ വൺ ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും മികച്ച ഒരു ആൾട്ടർനേറ്റീവിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു രണ്ട് കാര്യങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ മറ്റേത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ആ ഒരു നഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് നാളെ എക്സാം ആണെങ്കിൽ ഇന്നിപ്പോ നമ്മളെ ഫ്രണ്ട് വിളിച്ച് പറയാണ് നമുക്ക് സിനിമക്ക് പോവല്ലേ എന്ന് ചോദിക്കണം. അപ്പൊ സിനിമക്ക് പോയാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു 3 മണിക്കൂർ നഷ്ടാവും. ആ ഒരു 3 മണിക്കൂറിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ നമുക്ക് 2 ചോയ്സസ് ആളുണ്ട്, ഒന്നെങ്കിൽ നമുക്ക് സിനിമക്ക് പോവാതെ പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് സിനിമക്ക് പോകാം. സിനിമക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? 3 hours ആണ്. 3 hours നമുക്ക് പഠിക്കാനുള്ള സമയം പോകും. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും മികച്ച ഒരു ആൾട്ടർനേറ്റീവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. PPC, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഈസ് യൂസ്ഡ് ഇൻ എക്കണോമിക്സ് ടു എക്സ്പ്ലെയിൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബൈ ഷോവിംഗ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഡിഫറെന്റ് ചോയ്സസ്. അതായത് നമുക്ക് ഡിഫറെന്റ് ചോയ്സസ് ഉണ്ടാകും, അതിലുള്ള ട്രേഡ് ഓഫിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നതാണ് PPC എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക്സ് യൂസ് ചെയ്യുന്നതാണ് PPC എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നുള്ളത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 goods ദാറ്റ് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് ഗിവൺ ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രമാത്രം 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 goods, 2 ഗുഡ്സിന്റെ മാക്സിമം പോസിബിൾ കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ത്രൂ ദ PPC ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോവിങ് അസംഷൻസ്. അതായത് നമുക്ക് PPC പറഞ്ഞു, നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്? PPC യൂസ് ചെയ്യുന്നത്. ഈ PPC ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതിന് കുറച്ച് അസംഷൻസും കൂടി വരുന്നുണ്ട്. ഈ PPC ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ കുറച്ച് അസംഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് അസംഷൻ ആണ് എക്കണോമി ഓപ്പറേറ്റ്സ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ്. അതായത് എക്കണോമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ റിസോഴ്സസ് എന്ന് പറയുന്നത് 4 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 ഫാക്ടേഴ്സും ഫിക്സ്ഡ് ആയിരിക്കണം. 2 ഗുഡ്സ്, മൂന്നാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത് 2 ഗുഡ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെന്റ് പ്രൊപ്പോർഷനിലായിരിക്കണം, സെയിം പ്രൊപ്പോർഷനിലായിരിക്കരുത്, 2 പ്രൊപ്പോർഷനിലായിരിക്കണം. അതേപോലെ തന്നെ നോ ചേഞ്ച് ഇൻ ടെക്നോളജിയിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം പറഞ്ഞു, 2 ഗുഡ്സും സെയിം ടെക്നോളജിയിലായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അത്രയും 5 അസംഷൻസ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനുള്ളത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കുറച്ച് ടേംസ് എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു PPC തന്നാൽ, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് തന്നാൽ എങ്ങനെയാണ് അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ട്രേഡ് ഓഫും വരുന്നത്, മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയാണ്, PPCനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു എക്സാമ്പിളിലൂടെ. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് A to F മുതൽ ഗുഡ് X തന്നിട്ടുണ്ട്, ഗുഡ് Y തന്നിട്ടുണ്ട്, അതിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് റിസോഴ്സസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. 2 ഗുഡ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിളിൽ A to F എന്നുള്ള ആൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്, 2 ഗുഡ്സ് തന്നിട്ടുണ്ട്. ഇതിന് ഈ ഒരു ടേബിളിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ട്രേഡ് ഓഫ്.
നമ്മൾ ഈ ടേബിള് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ട്രേഡ് ഓഫിനെ എഫക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇഫ് ആൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ഗുഡ് ബൈ, നമുക്ക് തന്നിട്ടുള്ള ടേബിളിൽ A to F ഉണ്ട് എന്ന് പറഞ്ഞു ആൾട്ടർനേറ്റീവ്. അതിൽ ഫസ്റ്റ് എയില് ഗുഡ് എക്സ് വൈ, അതായത് എക്സ് എന്നുള്ളതിന് 0, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ വൈയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ് 0 ആണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും 0 ആണ്. ഇഫ് ആൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ഗുഡ് ബൈ 30 യൂണിറ്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് 0 യൂണിറ്റ്സ് ഓഫ് എക്സ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ടേബിളത്തെ കാര്യം പറയുന്നത്, ടേബിളിൽ എക്സിന് 0 ആണ്, എക്സിന് റിസോഴ്സസ് ഒന്നും കൊടുത്തിട്ടില്ല, വൈക്കാണ് മൊത്തം റിസോഴ്സസും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0 ആണ്, അത് അവിടെയും ഒന്നുമില്ല. എന്നാൽ നമ്മുടെ എക്കണോമി കൂടുതലായിട്ട് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, വൈന് എന്താ സംഭവിക്കുന്നത്, ഗുഡ് ബൈ എന്നുള്ളത് കുറഞ്ഞു വരികയാണ്, ഗുഡ് ബൈ എന്നുള്ളത് കുറഞ്ഞു വരികയാണ്. ആസ് ദ എക്കണോമി ഷിഫ്റ്റ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് എക്സ്, ദ പ്രൊഡക്ഷൻ ഓഫ് വൈ ഡിക്രീസസ്, ഷോ ദ കൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ കൂടുതലായിട്ട് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വൈയുടെ വാല്യൂ കുറയും. ആ ഒരു ടൈമിലാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൺ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ് ഈസ് കോൾഡ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗുഡ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടേബിൾ വെച്ച് നോക്കുമ്പോൾ ടേബിളും ഗ്രാഫും തന്നിട്ടുണ്ട്. ആ ടേബിളും ഗ്രാഫും വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടി വരുന്നതായിട്ട് കാണാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് PPC, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ വേറൊരു പേരാണ് ട്രാൻസ്ഫോർമേഷൻ കർവ്. ട്രാൻസ്ഫോർമേഷൻ കർവ് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്താന്ന് പറഞ്ഞിരുന്നു. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ദ കർവ് ഷോസ് ദ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് എഫിഷ്യന്റ്ലി. എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഗുഡ്സിന്റെ മാക്സിമം പോസിബിൾ കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുന്നത് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ. റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ when shifting production from one good to another, resource are reallocated. Points inside the PPF represents the underutilization, while points beyond the curve are unattainable due to the resource and technological limitations. നമ്മൾ ആ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് പറയുന്നത്. റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ, അതായത് നമ്മൾ ഒരു ഗുഡ്സിൽ നിന്നും പ്രൊഡക്ഷനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിസോഴ്സസ് നമുക്ക് റീ അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു. നമുക്ക് PPF തന്നിട്ടുണ്ട്. ഈ PPCയുടെ ഇൻസൈഡ് ഉള്ള പോയിന്റ്സിനെ അണ്ടർ യൂട്ടിലൈസേഷൻ എന്നും ബിയോണ്ട് ദ കർവ് റിസോഴ്സസ് എന്ന് പറയുന്ന അൺഅറ്റൈനബിൾ ആണ്. അതായത് നമുക്ക് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിക്ക് അതേപോലെ തന്നെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് അത്ര മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ അൺഅറ്റൈനബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഷിഫ്റ്റ് ഇൻ PPC. എന്താണ് ഷിഫ്റ്റ് ഇൻ PPC എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്ന കേസും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഡിക്ലൈൻ ചെയ്യുന്ന കേസും പറയുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. ഇപ്പൊ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ടാകും, അതിന്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാണ്. ഏതൊക്കെ കേസിലാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. നമ്മൾ എക്കണോമിക് ഗ്രോത്ത്, അതേപോലെ തന്നെ റിസോഴ്സ് എക്സ്പാൻഷന്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസിങ് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് വേർഡ്
ഷിഫ്റ്റ് ഇൻ മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. എന്നാൽ എപ്പോഴാണ് ഡിക്ലൈൻ ചെയ്യുക? റിസ്ക് വരുമ്പോൾ, അതേപോലെ തന്നെ റിസോഴ്സ് ഡിപ്ലഷൻ വരുമ്പോൾ, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോഴൊക്കെ നമുക്ക് എന്താവും? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് വരിക. അതായത് ഡിക്ലൈൻ ചെയ്യാണ് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ചെയ്യുക. ഓക്കെ, അപ്പം ഷിഫ്റ്റ് ഇൻ PPC-യിൽ നമ്മൾ റൈറ്റ് വേർഡ് പോണേം പറഞ്ഞു, ലെഫ്റ്റ് വേർഡ് പോണേം പറഞ്ഞു. ഇപ്പൊ നമ്മൾ റൈറ്റ് വേർഡ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്, റിസോഴ്സ് എക്സ്പാൻഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ വരുമ്പോൾ, എന്നാൽ ഡിക്ലൈൻ ചെയ്യുന്ന എപ്പോഴാണ്? റിസ്ക്, റിസോഴ്സ് ഡിപ്ലഷൻ, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരാം? ഡിക്ലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ദ ഷേപ്പ് ഓഫ് PPC. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും PPC-യുടെ ഷേപ്പും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PPC എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആയിരിക്കും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PPC എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിമെയിൻസ് ഫിക്സ്ഡ് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ PPC എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതേപോലെ തന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസ് ചെയ്യാണ്, ഡിക്രീസിംഗ് ട്രെൻഡ് ആണെങ്കിൽ PPC എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ 3 തരത്തിലാണ് പറയുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ, കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഈ PPC കർവിന്റെ കുറച്ച് യൂസസ് ആണ് പറയുന്നത്. യൂസസ് ഓഫ് PPC helps in explaining economic issues like unemployment, economic growth, production efficiency. അതായത് ഫസ്റ്റ് യൂസസ് എന്താന്ന് ചോദിച്ചാൽ എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഇഷ്യൂസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച്, പ്രൊഡക്ഷൻ എഫിഷ്യൻസിയിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? PPC ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ലിപ്സെ, when more resources are unemployed, the PPC shift closer to the origin. അതായത് കുറേ റിസോഴ്സസ് അൺഎംപ്ലോയിഡ് ആണെങ്കിൽ PPC എന്ന് പറയുന്ന ഒറിജിനോട് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് if an economy focuses more on producing capital goods rather than consumer goods, it leads to higher future goods. അതായത് നമ്മൾ കൺസ്യൂമർ ഗുഡ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് യൂസസ് ഓഫ് PPC പറയുന്നത്. യൂസസ് ഓഫ് PPC. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ടോപ്പിക്കാണ് സൊല്യൂഷൻസ് ടു ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. നമ്മൾ 3 ലക്ഷ്യങ്ങൾ പറഞ്ഞു, അതിൽ ലാസ്റ്റ് ലക്ഷ്യമാണ് ബേസിക് സൊല്യൂഷൻസ് ടു ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് എക്കണോമിക് സിസ്റ്റം. എന്താണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആൻ എക്കണോമിക് സിസ്റ്റം ഈസ് ദ സ്ട്രക്ചർ ത്രൂ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് കോർഡിനേറ്റഡ്. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ്, എക്കണോമിക് സ്ട്രക്ചറിനെയാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ലിയോണാർഡ് എസ് സിൽക്ക്, അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിലൂടെ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറെന്റ് എക്കണോമിക് എലമെന്റ്സ് ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്, productive organizations such as factories and firms and government agencies etc. are linked to the form of an organic whole. അതായത് എന്താണ് പറയുന്നത്? ഈ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, ഫേംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള, മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്. മാർക്കറ്റ് എക്കണോമി, സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആൻഡ് മിക്സ്ഡ് എക്കണോമി. 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ആണ് ഉള്ളത്. ഫസ്റ്റത്തെയാണ് മാർക്കറ്റ് എക്കണോമി, അതായത് വിപണി സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ വിപണി സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഫ്രീ എന്റർപ്രൈസ് എക്കണോമി. ഇതിനെ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഫ്രീ എന്റർപ്രൈസ് എക്കണോമി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം വേർ ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ എല്ലാ കൺട്രോളും അല്ലെങ്കിൽ എല്ലാ മാനേജ്മെന്റും പ്രൈവറ്റ് എൻറ്റിറ്റീസിന്റെ, പ്രൈവറ്റ് പേഴ്സൺസിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. പ്രൈവറ്റ് ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാവില്ല. ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറവായിരിക്കും. ഇവിടെ മെയിൻ ആയിട്ട് പ്രൈവറ്റ് എൻറ്റിറ്റീസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈസർ ഫെയർ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. ലൈസർ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ കുറവായിരിക്കുക. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്, മാർക്കറ്റ് എക്കണോമിയിൽ ഫോളോ ചെയ്യുന്നത്. ഇനി മാർക്കറ്റ്
എക്കണോമിയുടെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, അതായത് ഒരാൾക്ക് ഒരു വസ്തു സ്വന്തമാക്കാനും അത് അവകാശമായി സ്വന്തമാക്കാനും കൈവശം വെക്കാനും അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. ഏതില്? മാർക്കറ്റ് എക്കണോമിയില്. രണ്ടാമത്തെ, തൊഴിൽ സംരംഭ സ്വാതന്ത്ര്യം. ഓരോ വ്യക്തിക്കും അയാൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉപഭോക്താക്കളുടെ രുചിയും മുൻഗണനയും പ്രകാരം അവർക്ക് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. നമുക്ക് ലാഭം നേടാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇടപെടല് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ദൃശ്യാതീതമായ വില വ്യവസ്ഥ, അതായത് ഇൻവിസിബിൾ പ്രൈസ് മെക്കാനിസം. ഇൻവിസിബിൾ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാല് വിപണിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിനെ എക്കണോമിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു മാർക്കറ്റ് എക്കണോമി ഫോളോ ചെയ്യുന്നത് യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ്. പ്രൈസ് മെക്കാനിസം ഈസ് ദ കീ സൊല്യൂഷൻസ് ടു ദ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ ദ മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമിയിലെ എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ പ്രോബ്ലംസിനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള സൊല്യൂഷൻ, ഒരു കീ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാല് ഈ പ്രൈസ് മെക്കാനിസത്തിലെ ഫ്രീ ഇന്ററാക്ഷൻ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ ബയേഴ്സിനും സെല്ലേഴ്സിനും ഫ്രീ ഇന്ററാക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പ്രൈസ് ആക്ട് ആസ് എ സിഗ്നൽ ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷന്റെ സിഗ്നൽ ആയിട്ടാണ് പ്രൈസ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് എക്കണോമി ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു എക്കണോമിക് സിസ്റ്റം ആണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റ് കൺട്രോൾസ് ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ത്രൂ എ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി. ഇവിടെ ഒരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാകും. ഈ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ് മൊത്തം കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. The government is to ensure the equitable distribution of resources for the welfare of the people. പീപ്പിൾസിന്റെ ഇടയിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എൻഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ സെൻട്രൽ പ്ലാൻഡ് എക്കണോമിയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. മേജർ ഡിസിഷൻസ് അബൌട്ട് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻസ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ കൺസംഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ഇതിലുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇനി സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇവിടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആർക്കാണ്? ഗവൺമെന്റിനാണുള്ളത്. സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി takes initiatives to solve central problems. സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ആണ്. ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് ആൾ സെക്ടേഴ്സ് ആൻഡ് റീജൻസ്. എല്ലാ സെക്ടേഴ്സിനും എല്ലാ റീജൻസിനും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ വെൽഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ ഇടയിൽ ഇക്വിറ്റബിൾ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. പ്യൂറസ്റ്റ് ആയിട്ടുള്ള സോഷ്യലിസം എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. പ്യൂറസ്റ്റ് ആയിട്ടുള്ളതില്ല, എന്നാലും ഈ ഒരു സെൻട്രലി പ്ലാൻഡ് എക്കണോമി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് റഷ്യ, ചൈന, ക്യൂബ, പോളണ്ട് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് മൂന്നാമത്തെ എക്കണോമിക് സിസ്റ്റം ആണ് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസത്തിന്റെയും അതേപോലെ തന്നെ സോഷ്യലിസത്തിന്റെയും ഒരു കമ്പൈൻ ആയിട്ടുള്ള ഇതിനെയാണ് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാകും, എന്നാൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാകും. പ്രൈവറ്റ് ഓണർഷിപ്പ് അലൗഡ് ആണ്, അതേപോലെ തന്നെ ഗവൺമെന്റ് എക്കണോമിക് സ്റ്റേബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷനും ഉണ്ടാകും. ഈ മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക്കിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കണോമിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസം ഉണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് മെക്കാനിസം ഉണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് ആണ്, പ്രോഫിറ്റ് ഉണ്ട് മോട്ടീവ്, അതേപോലെ തന്നെ പബ്ലിക് വെൽഫെയറും ഉണ്ട്, പീപ്പിൾസിന്റെ വെൽഫെയറും ഉറപ്പുവരുത്തുന്നുണ്ട്. മെയിൻ ആയിട്ടും ഈ സോഷ്യലിസത്തിന്റെയും അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെയും മെയിൻ ആയിട്ട് മോസ്റ്റ് കൺട്രീസ് ഫോളോ ചെയ്യുന്നത് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം ആണ്. ഇന്ത്യയൊക്കെ ഫോളോ ചെയ്യുന്നത് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം ആണ്.
ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു യൂണിറ്റിൽ ലാസ്റ്റ് ഒരു പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാനിംഗ് അതോറിറ്റി ഇൻ ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പ്ലാനിംഗ് അതോറിറ്റി ഇൻ ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷൻ ആണ്. 15th മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ ആസ് ദ ചെയർമാൻ ആണ്. പ്രൈം മിനിസ്റ്റർ ആണ് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 5-year പ്ലാന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 5-year പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വാസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ദിസ് പ്ലാൻസ്. ആ പ്ലാൻസ് നമ്മൾ പറഞ്ഞു 5-year പ്ലാൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. ഇനി നീതി ആയോഗ്, നമ്മൾ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞു 1950 മാർച്ച് 15 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഈ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് നീതി ആയോഗ് 2015 ജനുവരി 1 റീപ്ലേസ് ചെയ്ത് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, പ്ലാനിംഗ് അപ്രോച്ച് ആണ്, ബോട്ടം അപ്പ് പ്ലാനിംഗ് അപ്രോച്ച് ആണ്. കൺസിഡറിംഗ് ദ ഡൈവേഴ്സ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ഡിഫറെന്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നീതി മീൻസ് പോളിസി, ആയോഗ് മീൻസ് പ്ലാനിങ്. ഓക്കെ, വൺ സൈസ് ഫിറ്റ്സ് ആൾ എക്കണോമിക് പോളിസി ഡസ് നോട്ട് വർക്ക് ഇൻ ഡൈവേഴ്സ് കൺട്രി. അതായത് ഒരു പോളിസി അത് എല്ലാ ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൺട്രിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എഫക്ട് ചെയ്യൂല എന്നുള്ളതാണ്. ഒരു പോളിസി ഉണ്ടാക്കിയാൽ അത് ഒരു സ്ഥലത്ത് എഫക്ട് ചെയ്യുന്ന പോലെ മറ്റേ സ്ഥലത്ത് അത് എഫക്ട് ചെയ്യൂല എന്നുള്ളതാണ് പറയുന്നത്. Okay, aims to make India globally competitive through a new economic planning strategy. അപ്പോൾ നമ്മുടെ കേരളം ഒക്കെ ഫോളോ ചെയ്യുന്നത് ഏതാണ്? നീതി ആയോഗ് പോലുള്ള ഈ ഒരു സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ പിന്തുടരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ രണ്ടാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കുറച്ച് ചെറിയ ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അൺലിമിറ്റഡ് ഫണ്ട്സ്, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, അൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, PPC കർവ്, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൊല്യൂഷൻസ് ടു ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് 3 എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞു. മാർക്കറ്റ് എക്കണോമി, സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമിക് സിസ്റ്റം. പിന്നെ ലാസ്റ്റ് ആയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ, അതായത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുകൊണ്ടും അതേപോലെ തന്നെ നീതി ആയോഗിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത യൂണിറ്റുമായിട്ട് കാണാം. താങ്ക് യു.